ഉത്തർപ്രദേശിൽ മുനാൽ ഗുപ്ത രാജ്ദേവി എന്ന് പറയുന്ന ഭാര്യ ദമ്പതികൾ ഉണ്ടായിരുന്നു. മുനാൽ ഗുപ്തയുടെ പണി ഒരു കമ്പനിയിൽ മാനേജറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവനിക്ക് 62 വയസ്സുണ്ട്. അതുപോലെ തന്നെ രാജ്ദേവി ഹൗസ് വൈഫും കാര്യങ്ങളൊക്കെയാണ്. ഇവളെ വയസ്സ് 58 വയസ്സാണ്. അനൂപ് എന്ന് പറയുന്ന ഒരു 30 വയസ്സുള്ള ഒരു മകനും അതുപോലെ തന്നെ കോമൾ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു മകളും ഇവർക്കുണ്ട്. അങ്ങനെ ഇവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ജൂലൈ 3, 2022 ഒരു രാത്രി ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം കടക്കുകയാണ്. ഈ അനൂപ് കിടക്കുന്നത് വീട്ടിൻ്റെ മുകളിലുള്ള റൂമിലാണ്. ബാക്കിയുള്ള 3 പേരും കിടക്കുന്നത് താഴെയാണ്. ഈ വയസ്സായ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ കോമൾ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഇവൻ്റെ അനിയത്തിയും കിടന്നുറങ്ങുന്നത് താഴെയാണ്. ഏകദേശം 2 മണിയോടുകൂടി ഒരു ഒച്ച കേട്ടപ്പോൾ അനൂപ് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് കണ്ടത് തൻ്റെ അനിയത്തിയുടെ കയ്യിൽ ചോരയും എല്ലാമായിട്ട്, അതായത് കത്തി കൊണ്ട് കീറിയിട്ട് ചോരയൊക്കെ ആയിട്ട് ഇവളെ കാണുന്നത്. എന്താണ് പറ്റിയതെന്ന് ഇവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ആരൊക്കെയോ നമ്മളെ അച്ഛനെയും അമ്മയും കൂടി കഴുത്തറുത്ത് കൊലപാതകം ചെയ്തു. അതിനുശേഷം വീട്ടിലുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് രക്ഷപ്പെട്ടു മറ്റെടുത്ത്. ഇവർ 3 പേരുണ്ടായിരുന്നു. അതിൽ 2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിന്റെ ഭാര്യയുടെ സഹോദരന്മാരാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ആ വീട്ടിൽ വന്നു. അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ വരികയാണ്. അതിനുശേഷം അവിടെ ഈ അനൂപിൻ്റെ റൂമിൻ്റെ അടുത്ത് പോയപ്പോൾ പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഛർദ്ദിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ അനൂപിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. രാത്രിത്തെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ക്ലീൻ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് എന്ന് പറയുകയാണ്. അതിൽ നിന്നും ഒരു സാമ്പിൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അനൂപിനോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. രാത്രി 2 മണിയായിട്ടുണ്ട്. ഞാൻ ഒച്ച കേട്ടപ്പോൾ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ഇവളെ കയ്യെല്ലാം മുന്നിട്ടുണ്ട്. അതിനുശേഷം 2 പേര് അച്ഛൻ്റെയും അമ്മേനെയും കഴുത്തറുത്ത് കൊലപാതകം ചെയ്തു. അതുപോലെ തന്നെ അതിൽ നിന്നും ഒരുത്തം വന്നിട്ട് ആഭരണങ്ങളും അതുപോലെ തന്നെ പണങ്ങളും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതെല്ലാം നിൻ്റെ അടുത്ത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ പറയുകയാണ് എൻ്റെ അനിയത്തിയാണ് പറഞ്ഞത്, അവളാണ് കണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിനക്ക് കാര്യങ്ങൾ സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് സംശയമുണ്ട്. ഞാൻ മുമ്പൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല അവർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന്. 4ാമത്തെ ദിവസം തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവളൊരു മാനസിക രോഗിയാണ് എന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ അവളെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആക്കുകയാണ്. അതിനുശേഷം ഇവളെ സഹോദരന്മാർ 2 പേരും നഷ്ടപരിഹാരമായിട്ട് 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി വൈത്താലെ നടക്കാറുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ 2 പേരെ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ വന്ന് ഇവളെയും ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം വിട്ടയച്ചു. പക്ഷേ പോലീസുകാർ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിൽ CCTV ഉണ്ട്. അതുപോലെ തന്നെ CCTV ആക്സസറീസ് ആയിട്ടുള്ള ഈ വീട്ടിൽ നിന്നും വീട്ടിലോട്ട് ആക്സസറീസ് ആയിട്ടുള്ള മറ്റു സ്ഥലത്ത് CCTV ഉണ്ടെന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസുകാർ നടത്തി വരികയാണ്. അപ്പോഴാണ് പോലീസുകാർ ഒരു CCTV കണ്ടുകിട്ടിയത്. അതായത് ഇവർ സിറ്റ് ഔട്ടിലോട്ട് ലക്ഷ്യമാക്കിയിട്ടുള്ള രീതിയിൽ ഒരു CCTV പോലീസുകാർ കണ്ടു. അപ്പോൾ ഏകദേശം രാത്രി 2 മണിയോടുകൂടി അവിടെ നിന്നും മുഖംമൂടിയിട്ട് ഒരുത്തൻ ബാഗുമായി പുറത്തോട്ട് പോകുന്നത് പോലീസുകാർ കണ്ടു. ഒരുത്തനെ മാത്രമായിരുന്നു അതിൽ CCTVയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കൊലപാതകം ചെയ്ത സമയം 12 മണിയായിരിക്കുമെന്നൊരു ഊഹാബോധത്തിൽ തന്നെ പോലീസുകാർ കണ്ടുപിടിച്ചു. ഇവനിക്ക് തിന്നത് 2 മണിക്കാണ്. അതിൻ്റെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി വരുമ്പോഴാണ് ഒരു റിസൾട്ട് വരുന്നത്. അതായത് സ്ലീപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അച്ഛനും അമ്മക്കും. അതുപോലെ തന്നെ ഇവനെ ഛർദ്ദിച്ചത്, അതായത് ഈ അനൂപ് ഛർദ്ദിച്ചതിൽ നിന്നും സ്ലീപ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിത്തെ ഭക്ഷണത്തിൽ സ്ലീപ്പർ ഇവർക്ക് 3 പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവളെ രക്തവും കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നോക്കുന്ന ടൈമിലായിരുന്നു പോലീസുകാർക്ക് ഒരു കാര്യം നിന്നത്. അതായത് വീടിൻ്റെ ജനലും അതുപോലെ തന്നെ വാതിലും കാര്യങ്ങളൊന്നും തകർക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ കൂടി തന്നെ സ്ലീപ്പർ ഇവരെ 3 പേരുടെ ശരീരത്തിലായതുകൊണ്ട് തന്നെ ഇവളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ് ഇവൾ പറഞ്ഞത്. പോലീസുകാർ റെഡിക്ക് അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവരെ റെഡിക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ദേഹത്ത് കൈയെല്ലാം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവളുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. അതായത് ചെറുപ്പകാലത്ത് തന്നെ ഇവൾ വളർന്നു വന്നപ്പോൾ തന്നെ ഇവൾക്ക് ദത്തെടുത്തതാണ്. അതായത് ഈ അനൂപ് മാത്രമായിരുന്നു ഇവർ 2 പേരുടെയും മകൻ. ഇവർക്ക് വേറെ മകനും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ കൊണ്ട് തന്നെ വേറൊരു കുട്ടിയും കൂടി വേണം എന്നതുകൊണ്ടായിരുന്നു ഈ കോമൾ എന്ന് പറയുന്ന ഇവളെ ദത്തെടുത്തത്. അത് വളരെ ചെറുപ്പകാലത്ത് തന്നെ ഇവർക്ക് അറിയാമായിരുന്നു. വേറെ ബന്ധുക്കളെ വീട്ടിലെല്ലാം പോകുന്ന ടൈമിന് ഇവളെ വിളിച്ചു കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെ ഇവളെ വെച്ച് അർത്ഥം വെച്ചിട്ടല്ലേ അവരൊരു കാര്യം പറയും. അതായത് നിനക്ക് ഈ സ്വത്തുങ്ങളും കാര്യങ്ങളൊന്നും കിട്ടില്ല, നിന്നെ ദത്തെടുത്തതാണ്, നീ അനാഥയാണ്, നിനക്ക് ഈ സ്വത്തും കാര്യങ്ങളൊന്നും തരില്ല അവർ. ഇതെല്ലാം അനൂപിനാണ് കൊടുക്കുക എന്ന് പറയുകയാണ്. ഇവർ നോക്കുകയാണെങ്കിൽ ധാരാളം സ്വത്തും കാര്യങ്ങളും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കോടികളുടെ പണവും ബാലൻസൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈഗോയും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇവൾ വേറെ ഇതിനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് രാഹുൽ എന്ന്. രാഹുലെ കണ്ട് നാട്ടിൽ നിന്ന് സ്നേഹിച്ചതിന് ശേഷം ഇവനിക്ക് ഗോവയിലുള്ള
ആർമി ആംബുലൻസിൻ്റെ അകത്ത് ഒരു ഡ്രൈവറായിട്ടുള്ള ജോലി കിട്ടുകയും പിന്നീട് അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ്. നാട്ടിൽ കണ്ട ടൈം ഈ രാഹുൽ കോമലിനെ കാണാറ് പതിവായിരുന്നു. ചില തരത്തിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഈ ഗോവയിൽ പോയ ടൈമിന് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി രാഹുലിൻ്റെ അനിയൻ്റെ അടുത്ത് കൊടുത്തു വിടലാണ് പതിവ്. അവിടെ നിന്ന് കൊറിയർ ഇവൻ്റെ രാഹുലിൻ്റെ അനിയൻ്റെ അടുത്തോട്ട് അയക്കും. ഈ രാഹുലിൻ്റെ അനിയൻ നേരെ കൊണ്ടുപോയി കോമലിൻ്റെ അടുത്ത് കൊടുക്കും. ഇവർ രണ്ടുപേരും കോമലിൻ്റെ, അതായത് ഈ രാഹുലിൻ്റെ അനിയനും അതുപോലെ തന്നെ കോമലും കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ചെറിയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആകുകയാണ്. ഇത് രാഹുലിന് അറിയില്ല, ഈ രാഹുലിനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീട്ടിൽ തന്നെ വെച്ച് ഇവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് ഏർപ്പെടുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും സിനിമ കാണാൻ പോവുക, അതുപോലെ തന്നെ പുറത്ത് ലോഡ്ജ് എടുത്തതിന് ശേഷം രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടലും പതിവായിരുന്നു. ഇതൊന്നും ഈ രാഹുൽ എന്ന് പറയുന്നത് ഇവനിക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കെ രാഹുലിൻ്റെ വീട്ടിൽ ഒരു കല്യാണാലോചന വന്നു. എനിക്ക് ഒരിക്കലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, എൻ്റെ വീട്ടിൽ കല്യാണാലോചന വന്നിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒളിച്ചോടി പോകാമെന്ന് ഈ കോമലിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ കോമൾ പറഞ്ഞത്, എടാ നമുക്ക് രണ്ടുപേർക്ക് ഒരിക്കലും ഒളിച്ചോടി പോകാൻ കഴിയില്ല, എൻ്റെ വീട്ടുകാർക്ക് ധാരാളം സ്വത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒളിച്ചോടി പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നയാ പൈസ എനിക്ക് കിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് ഞാൻ കല്യാണാലോചനയുമായി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളൊരു സ്കീം ഇടുകയാണ്. അതായത് ഇവരെ കാര്യം ഒന്നും ഇവളെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് പറയാണ്, നിന്റെ കാര്യം ഞാനൊന്ന് വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞത് എന്ന് പറയുന്നത്, നീയുമായിട്ട് ഒരിക്കലും എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ കഴിയില്ല, അതൊക്കെ കൊണ്ട് തന്നെ ആ വിവാഹത്തിൽ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ടെൻഷൻ ആകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കോമൾ എന്ന് പറയുന്ന ഇവൾ ഒരു കാര്യം പറയുകയാണ്, നമുക്ക് എന്താക്കാം, ഈ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കാം, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാൻ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് കിട്ടുമെന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും മൊബൈൽ വിളിച്ചിട്ട് നീ എൻ്റെ അടുത്ത് പറയണ്ട, നീ എന്താക്കുക വാട്സപ്പിൽ കോൾ ചെയ്യും, വാട്സപ്പ് കോൾ ചെയ്യാൻ ട്രേസ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ല, അതൊക്കെ കൊണ്ട് തന്നെ നീ വാട്സപ്പിൽ തന്നെ കോൾ ചെയ്യും, ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉറക്ക ഗുളിക കൊടുത്തതിന് ശേഷം അച്ഛനെയും അമ്മയും കഴുത്തെടുത്ത് കൊലപാതകം ചെയ്യാം. അതിനുശേഷം നിൻ്റെ ഏട്ടനിക്ക്, അതായത് ഏട്ടനായ സഹോദരനെ എന്താക്കാം, നമുക്ക് ബാധ്യത തോന്നുന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് അവർക്ക് മയക്ക് ഗുളിക കൊടുത്തിട്ടുണ്ടാകും, അവ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, അവൻ്റെ കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കി കൊലപാതകം ചെയ്യുക. അതിനുശേഷം അവനെ അവിടെ തന്നെ കെട്ടി തൂക്കാം എന്ന് പറയുകയാണ്. എന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊരു കാര്യമായിട്ട് ഇങ്ങനെ പറയാം. അതായത് ഈ അച്ഛനിക്കും അമ്മയ്ക്കും പണത്തിന് വേണ്ടി ഇവൻ്റെ അടുത്ത് ചോദിച്ചു. അതായത് ഇവൻ്റെ സഹോദരന്മാർ, അതായത് ഇവൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇവനെ നിരന്തരമായി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പോയിട്ട് ഇവൻ 50 ലക്ഷം രൂപ ചോദിച്ചു. അതിൻ്റെ പേരിൽ തന്നെ രണ്ടുപേരും വഴക്കാവുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛനെയും അമ്മയും ഇവൻ കൊലപാതകം ചെയ്തതിന് ശേഷം ഇവൻ സൂയിസൈഡ് ചെയ്തു എന്ന രീതിയിൽ നമുക്ക് വരുത്തി തീർക്കാം എന്ന് പറഞ്ഞു. നീ ഇപ്പോൾ ഗോവയിലല്ല, അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ മുഴുവനും പറയാം, അവൻ വീട്ടിൻ്റെ പുറത്തോട്ട് വരുമെന്ന് പറയുക. ആ അനിയൻ്റെ കൂടിയാണ് ഇവൻ റൂം ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള നടക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും രാഹുലിന് അറിയില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ്റെ അനിയനുള്ള കാര്യങ്ങൾ മുഴുവൻ സമ്മതിച്ചതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിലോട്ട് പോയതിന് ശേഷം അവരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നുണ്ടാവുന്നത്, അതായത് സ്ലീപ്പർ കൊടുത്തത് കൊണ്ട് തന്നെ അവരൊക്കെ മയങ്ങിക്കിടക്കുകയായിരിക്കുന്നത് വെച്ചുകൊണ്ട് തന്നെ അവളെ റൂമിൽ വെച്ചിട്ട് അവിടെ വെച്ച് രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. പിന്നീട് രണ്ടുപേരും പോയിട്ട് ഈ അച്ഛനെയും അമ്മയും കഴുത്തറുത്ത് കൊലപാതകം ചെയ്യുകയാണ്. അച്ഛൻ്റെ അമ്മയും കൈയും കാലും കെട്ടിയതിന് ശേഷം കഴുത്ത് അവൻ അറുത്തു. ഈ കാര്യങ്ങളൊക്കെ ഇവൾ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ സഹോദരനായ അനൂപിൻ്റെ റൂമിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ അനൂപിൻ്റെ റൂമിൽ നേരെ ഈ 2ാം നിലയിലായതുകൊണ്ട് തന്നെ അവൻ്റെ സ്റ്റെപ്പ് കയറി 2ാം നിലയിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ റൂമിൽ നിന്നും ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഈ സ്ലീപ്പർ ചേർത്തിട്ടുള്ള ഭക്ഷണം ഇവനിക്ക് പിടിച്ചിട്ടില്ലായിരുന്നു അനൂപിന്, അതുകൊണ്ടായിരുന്നു അവൻ ഒമിറ്റ് ചെയ്തത്. അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ മയങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇവൾ വേറൊരു കാര്യം ചിന്തിക്കാൻ, എന്തായാലും എന്താക്കുക, നീ ഇവിടുത്തെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അവൻ്റെ ബാഗിലോട്ട് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞ് നീ പുറത്തോട്ട് പോ, എന്നിട്ട് അതേ കത്തി വെച്ചിട്ട് ഇവളെ കൈയും കാര്യങ്ങളും മുറിച്ചിട്ട് പറഞ്ഞ് നീ പുറത്തോട്ട് പോ. അതിനുശേഷം 2 മണിയായപ്പോൾ ഇവൾ അവിടെ വെച്ച് ഒച്ച ഉണ്ടാക്കുകയാണ്. ഒച്ച ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവൻ വാതിൽ തോന്നും പുറത്തോട്ട് വരികയും പിന്നീട് ഇവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ പണത്തിന് വേണ്ടിയിട്ട്, പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛനും അമ്മയും കൊലപാതകം ചെയ്തതിന് ശേഷം വീട്ടിലുള്ള സ്വർണ്ണവും അതുപോലെ തന്നെ ആഭരണങ്ങളെല്ലാം എടുത്തുപോയി എന്ന് വരുത്തി തീർക്കുകയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസുകാർ ഈ രാഹുലിനെയും അതുപോലെ തന്നെ രാഹുലിൻ്റെ സഹോദരനും പോയി അറസ്റ്റ് ചെയ്യുകയാണ്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.